ഇന്ന് രാവിലെയോടെ എല്ലാവരും ഞെട്ടിയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച പതിറ്റാണ്ടുകളുടെ അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ച നടൻ സന്തോഷ് നായരെക്കുറിച്ചുള്ള വാർത്ത. മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം ദിലീപിനോടൊപ്പം എന്തിന് മലയാള സിനിമയിലെ ഇന്നത്തെ പല താരങ്ങളോടൊപ്പവും നല്ല കഥാപാത്രങ്ങൾ കാഴ്ചവെച്ച സന്തോഷ് നായർക്ക് പെട്ടെന്നുള്ള ഹൃദയ സംബന്ധമായ ആഘാതത്തെ തുടർന്നായിരുന്നു മരണം. ഗുരുതര അപകടം സംഭവിച്ച ആശുപത്രിയിൽ മരുന്നുകളോട് പ്രതികരിച്ച് വരവെയായിരുന്നു കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ചത്. ആരോട് എങ്ങനെ എന്ത് പറയണമെന്നറിയാതെയാണ് ഇപ്പോൾ ആ കുടുംബം കഴിയുന്നത്. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു സാധാരണ അപകടമാണെന്നാണ് കരുതിയത്. ഭാര്യയോടൊപ്പം പോകവെയായിരുന്നു അപകടം സംഭവിച്ചത്. എന്നാൽ ഇപ്പോഴും ആ കുടുംബം ആ ആഘാതത്തിൽ കഴിയുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ നടനായും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ സന്തോഷ് നായരുടെ വിയോഗം ചലച്ചിത്ര മേഖലയെ തന്നെ നഷ്ടമാക്കുന്ന രീതിയിലാണ് പോകുന്നത്. അഭിനയ ജീവിതത്തിൽ 100ഓളം സിനിമകളിൽ തിളങ്ങിയ സന്തോഷ് യഥാർത്ഥ ജീവിതത്തിൽ സൂപ്പർ താരം മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയും ആയിരുന്നു. MG കോളേജിൽ അടിച്ചുപൊളിച്ച പഠനകാലവും രാഷ്ട്രീയ പോരാട്ടങ്ങളും പിന്നീട് സിനിമയിലെ ലോറൻസ് എന്ന മാസ് വേഷവുമെല്ലാം സന്തോഷത്തിൻ്റെയും ജീവിതത്തിലെ സുവർണ അധ്യായങ്ങളായിരുന്നു. തിരുവനന്തപുരം MG കോളേജിലെ പഠനകാലത്ത് മോഹൻലാൽ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്ന് സന്തോഷ് മുൻപ് അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. അന്ന് SFIക്ക് ക്യാമ്പസിൽ നല്ല ടെറർ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ തമ്മിൽ വലിയ പിണക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സന്തോഷ് LDPയുടെ വിദ്യാർത്ഥി സംഘടനയും DSUവിൻ്റെ ഭാഗവുമായിരുന്നു. എല്ലാവരും താൻ AVP ആണെന്ന് കരുതിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് അന്ന് DSUവിൽ ചേർന്നതെന്ന് അദ്ദേഹം ഓർക്കുന്നു. RSS ശാഖയിൽ മുഖശിക്ഷയ്ക്ക് ചുമതലകൾ വഹിച്ചിരുന്ന സന്തോഷ് കോളേജ് മാഗസിൻ എഡിറ്ററായി ക്യാമ്പസിലെ കുട്ടി ഹീറോയാണെന്ന് അന്ന് വിലസുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു കോളേജ് കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നു. ബുള്ളറ്റിൽ ക്യാമ്പസിലൂടെ കറങ്ങി നടന്നിരുന്ന പഴയ മാഗസിൻ എഡിറ്റർ 1982 ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തുന്നത്. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് പിന്നാലെ ഏപ്രിൽ 18 ഇവിടെ തുടങ്ങുന്നു തുടങ്ങിയ സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ സന്തോഷിനെ ശ്രദ്ധേയനാക്കി. 1985 മാത്രം തന്നെ 18ഓളം സിനിമകളിൽ വില്ലനായി അദ്ദേഹം നിറഞ്ഞാടി. കൊതിതീരും വരെ തുടങ്ങിയ സിനിമകളിൽ നായകനായും അദ്ദേഹം വേഷമിട്ടു. സന്തോഷ് നായർ എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും ഐക്കോണിക് വേഷങ്ങളിൽ ഒന്നായിരുന്നു 20-ാം നൂറ്റാണ്ട്. ആ ചിത്രത്തിലെ ലോറൻസ് എന്ന കഥാപാത്രം. സാഗർ ഏലിയാസ് ജാക്കിയുടെ വലം കൈയായി ലോറൻസിനെ മലയാളികൾ ഇന്നും ഓർക്കുന്നു. ലാലിനൊപ്പം യുവജനോത്സവത്തിലെ നിസാർ എന്ന പോസിറ്റീവ് റോളും പിന്നീട് ചന്ദ്രോത്സവത്തിലെ സഹദേവൻ എന്ന ഉറ്റ സുഹൃത്തിൻ്റെ വേഷവും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി അന്നത്തെ എല്ലാ മുൻനിര നായകന്മാരുടെയും വില്ലനായി അദ്ദേഹം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. വില്ലൻ വേഷങ്ങളിൽ നിന്ന് കോമഡിയിലേക്കും സഹനടൻ വേഷങ്ങളിലേക്കും ചുവടുമാറ്റി അദ്ദേഹം കമ്മത്തൻ കമ്മത്ത് പോലുള്ള സിനിമകളിൽ ഹാസ്യവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. സ്കൂൾ ടീച്ചറായിട്ടുള്ള ശുഭശ്രീയാണ് ഭാര്യ. ഏകമകൾ ഡോക്ടർ രാജശ്രീ S നായർ. അടൂർ ഏനാത്ത് വെച്ചുണ്ടായ അപകടം മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലോറൻസിനെയാണ് കവർന്നെടുത്തത്. രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും ജീവിതം ആഘോഷമാക്കിയ സന്തോഷ് നായർ എന്നും മലയാളികളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുമെന്ന ഉറപ്പ് തന്നെയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.